ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒത്തിരി നാൾ കൂടി നമ്മുടെ കൂട്ടുകാരി വീട്ടിൽ വന്നോട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീകുട്ടിയാണ് കേട്ടോ. അപ്പോൾ ശ്രീലക്ഷ്മിയും ചേട്ടനും എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കട്ടെ. ജമീലമ്മ സ്പെഷ്യലായിട്ട് പത്തിരിയും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ പത്തിരിയും ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അമ്പട് കുഞ്ഞാണെങ്കിൽ ഇത് ചേട്ടായോടാണെങ്കിലും മിണ്ടാനായിട്ട് പോവാട്ടോ. ചേട്ടായി ആണെങ്കിൽ ഫോണിൽ പണിയണ ഭയങ്കര തിരക്കിലായിരുന്നു. പക്ഷേ അമ്പുടുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ചേട്ടായിനെ. അമ്പുടു വലിയ മൈൻഡൊക്കെ ചെയ്ത് അടുത്ത് പോയെങ്കിലും അവൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷേ നമ്മുടെ ബിനിച്ചേട്ടനായിട്ട് അമ്പുടു കുഞ്ഞ് ഭയങ്കര കൂട്ടായിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര സ്നേഹം. അങ്ങനെ പെട്ടെന്ന് ആരുടെ അടുത്തൊന്നും പോകില്ലായിരുന്നു. നമ്മുടെ അമ്പുടു ബിനിച്ചേട്ടനെ കണ്ണവിടെ അങ്ങോട്ട് ഭയങ്കര കമ്പനിയായിട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനും ശ്രീലക്ഷ്മി അമ്മച്ചൊക്കെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേ ശ്രീലക്ഷ്മി വിഷു ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നായിരുന്നു. നമുക്ക് പായസമൊക്കെ കൊണ്ടുതരാൻ വേണ്ടിയിട്ട് അങ്ങനെ പായസമൊക്കെ കൊണ്ടു തന്നിട്ട് പെട്ടെന്ന് പോവാണ് കേട്ടോ. കാരണം കുഞ്ഞാവേനെ ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് അമ്പുടുക്കുഞ്ഞി ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ബിനിച്ചേട്ടൻ പോകണുണ്ട്. അപ്പോൾ അമ്പുടുക്കുഞ്ഞിന് ഭയങ്കര വിഷമമായി തോന്നുന്നു. അപ്പോൾ അമ്പുടുക്കുഞ്ഞി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ടാറ്റ കൊടുക്കാനായിട്ട് ഇങ്ങനെ പോയത്. അങ്ങനെ അമ്പുടുക്കുഞ്ഞിന് ടാറ്റയൊക്കെ കൊടുത്തിട്ടാണെങ്കിലും അവരാണെങ്കിലും വീട്ടിലോട്ട് മടങ്ങുന്ന സീനാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ ശ്രീലക്ഷ്മീനെയും ബിനിച്ചേട്ടനെയൊക്കെ യാത്രയാക്കാൻ വേണ്ടി റോഡ് വരെ പോയിട്ട് അങ്ങനെ അവരിങ്ങനെ വണ്ടിയിൽ കയറി ടാറ്റ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ വിഷു ആയിട്ട് ഇന്ന് നമ്മൾ പായസം ഒന്നും കുടിച്ചില്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ. വിഷു സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പായസം കുടിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമത്തിൽ ഇരുന്നപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മി നമുക്ക് പായസം കൊണ്ടു തന്നിട്ട് ശ്രീലക്ഷ്മിയുടെ അച്ഛനുണ്ടാക്കിയ സ്പെഷ്യൽ പായസം. അപ്പോൾ ഞാനും അമ്പുടു കുഞ്ഞും കൂടെ പായസം കഴിച്ച് നോക്കിയേക്കാന്ന് വിചാരിച്ചു. അമ്മൂട്ടിക്ക് പായസം ലക്ഷ്മിയാൻ്റെ നമുക്ക് അതൊക്കെ കൊണ്ടു തന്നെ. അപ്പോൾ ലക്ഷ്മിയാൻ്റെ അമ്മയുടെ കുഞ്ഞിന് ലക്ഷ്മിയാൻ്റെ പായസം കൊണ്ട് തന്നു, അതേ പലഹാരം കൊണ്ട് തന്നു, ഡയറി മിൽക്ക് കൊണ്ട് തന്നു. നീലാമായാണ് പായസം കുടിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.